നിന്റെ ചിന്ത മാറുമ്പോൾ നിന്റെ ജീവിതം മാറും. ജീവിതത്തിൽ എല്ലാം തെറ്റിപ്പോകുമ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വരും, ഇനി ഞാൻ എന്ത് ചെയ്യും? നമ്മൾ രണ്ടു വഴികളാണ് തിരഞ്ഞെടുക്കുന്നത്. ഭയം, കുറവ്, എനിക്കില്ല എന്ന ചിന്ത, അല്ലെങ്കിൽ മാറ്റം, വിശ്വാസം, പുതിയ ചിന്ത. മിക്കവരും സ്റ്റക്ക് ആകുന്നത് ഒന്നാമത്തെ ചിന്തയിലാണ്. എന്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും, പണം എനിക്ക് കിട്ടില്ല, എന്റെ ലൈഫ് എല്ലായ്പ്പോഴും സ്ട്രഗിൾ ആണ്. നിന്റെ ജീവിതം നിന്റെ ചിന്തയുടെ റിഫ്ലക്ഷൻ ആണ്. നീ ഒരു പുതിയ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുതിയ ചിന്തകൾ ആവശ്യമാണ്, പുതിയ റിപ്പീറ്റേഷൻ ആവശ്യമാണ്, പുതിയ ഇന്നർ ബിലീഫ് ആവശ്യമാണ്. സബ് കോൺഷ്യസ് മൈൻഡ് മാറ്റാൻ കഴിയുന്നത് റെപ്പിറ്റേഷൻ കൊണ്ടാണ്. സമൃദ്ധി എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു, പണം സ്വാഭാവികമായി എനിക്ക് ഒഴുകി വരുന്നു, ഞാൻ ഇതിനകം തന്നെ സമ്പന്നയായ ജീവിതത്തിലാണ്. നീ എന്താണ് കോൺസ്റ്റന്റ്ലി റിപ്പീറ്റ് ചെയ്യുന്നത്, അതാണ് നിന്റെ ലൈഫ്. പഴയ ബിലീഫ് എന്തായിരുന്നു? പണം നേടാൻ കഠിനമായി പണിയെടുക്കണം, സമ്പന്നരായ ആളുകൾ സത്യസന്ധരല്ല, എനിക്കത് വാങ്ങാൻ കഴിയില്ല. എന്നാൽ പുതിയ ബിലീഫ്, എനിക്കത് നേടാൻ കഴിയും, എന്റെ മനസ്സിൽ ഇത് അതിനകം തന്നെ എന്റേതാണ്, പണം എളുപ്പത്തിൽ എനിക്ക് ലഭിക്കുന്നു. നീ ഓൾറെഡി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് മാനിഫെസ്റ്റ് ചെയ്യും. ബോബ് പ്രോക്ടർ പറഞ്ഞതുപോലെ, മനസ്സിൽ ആദ്യം അത് വ്യക്തമായി കാണും, പിന്നെ ഇത് അതിനകം തന്നെ നിന്റെ കയ്യിലുണ്ടെന്ന് അനുഭവിക്കും. നീ ഒരിക്കലും അബണ്ടൻസ് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇമാജിനേഷൻ വഴി സൃഷ്ടിക്കാം. സമ്പന്നരായ ആളുകളെ ഒബ്സർവ് ചെയ്യാം, സമ്പത്തിന്റെ എൻവയോൺമെന്റ് കാണാം. എനിക്കിത് ഇതിനകം ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്ന് ഫീൽ ചെയ്യാം. സത്യമായ ലക്ഷ്യം സന്തോഷമാണ്. കാരണം നീ ഹാപ്പി ആണെങ്കിൽ, നീ റൈറ്റ് ഫ്രീക്വൻസി ആണെങ്കിൽ എല്ലാം നാച്ചുറലായി അട്രാക്ട് ചെയ്യും. നിന്റെ ജീവിതം മാറേണ്ടത് ലോകം മാറുമ്പോഴല്ല, നിന്റെ ചിന്ത മാറുമ്പോഴാണ്.